ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറിക്ക് പേരില്ല, നമ്മളൊരു പുതിയ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. മിൽക്കി മിർഗി എന്നാണ് നമ്മുടെ ചിക്കൻ കറിയുടെ പേര്. അതിനായിട്ട് നമ്മൾ ഒരു കോഴി, ഒരു കിലോ സവാള, ഒരു 5 തക്കാളി, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി ഒരെണ്ണം, പിന്നെ കുറച്ച് മല്ലിയില, ഒരു കവർ പാല്, അതുപോലെ തന്നെ ഒരു 200 ഗ്രാം നെയ്യ്, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട ഇതെല്ലാം കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ആ ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട എന്നെല്ലാം കൂടെ ഒരു ടീസ്പൂൺ ചെറുജീരകം ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയത് കൂടെ ഒന്ന് ഇട്ട് മൂപ്പിച്ച് വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. ഒന്ന് വരട്ടിയെടുത്ത് പരുവായി വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് നല്ലോണം ആവി കയറി ഒന്ന് പരുവായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്ത് അതിലേക്ക് ഇടുക. ആ സവാളയും പച്ചമുളകും കൂടെ അതിലേക്കിട്ട് അത് ഒന്ന് ആവി കയറ്റി ഒന്ന് ഇളക്കി കൊടുത്ത് ആവി കയറ്റി പരുവായി വരുമ്പോഴത്തേക്കിന് നമുക്ക് മസാല ഒന്ന് കൂട്ടാം. മസാല എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കറുക മസാല ഒരു 2 ടീസ്പൂൺ കറുക മസാല, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 100 ഗ്രാം നെയ്യ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ ആ മസാലയൊന്ന് ഇളക്കി പരുവത്തിന് മാറ്റി വെച്ചേക്കുക. അതിനുശേഷം നമ്മുടെ സവാളയും ചിക്കനും കൂടി ഒരു അര വേവ് പരുവായി വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി വീണ്ടും അവനെ ആവി കയറ്റാനായിട്ട് വെക്കുക. അവൻ ആവി കയറി ഒന്നും കൂടി ഒന്ന് പരുവായി വരുന്നതിന് ശേഷമാണ് നമുക്ക് അടുത്ത പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഈ തക്കാളിയും സവാളയും ചിക്കനും എല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ ഒന്ന് നല്ലോണം തിളച്ച് ഒരു പരുവായി നല്ല വെള്ള കളറായി വരുന്ന സമയത്ത് നമുക്ക് ഈ കൂട്ടി വെച്ചിരിക്കുന്ന മസാല ഇവനിലേക്ക് ചേർത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. പ്രത്യേകം ഓർക്കുക, വെള്ളം ചേർക്കാൻ പാടില്ല. നമുക്ക് വെള്ളം ഇപ്പം ചേർക്കേണ്ട കാര്യമില്ല. സവാളയ്ക്കകത്തും ഇറച്ചിക്കകത്തും ചിക്കനകത്തും ഉള്ള വെള്ളം കൊണ്ട് ഇതൊരു പാകമായി വരും. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മസാലയെല്ലാം ചേർത്ത് ആ അടപ്പ് മാറ്റി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോഴത്തേക്കും നാണ്ട ഒരു സൈസ് പരുവത്തിന് തന്നെ ആൾ റെഡിയായി ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് വരുന്ന ഒരു പാലെടുത്തിട്ട് ഒരു 200 മില്ലി പാലിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്ത് റെഡിയായി വരുമ്പോഴത്തേക്കും ബാക്കി ഭാഗം നമുക്ക് വീണ്ടും സ്ക്രീനിൽ കാണാം. ഇപ്പോൾ സെറ്റായെന്നുള്ള അടയാളം ഈ തിളച്ച സൗണ്ടാണ്. ഈ സൗണ്ട് കേൾക്കുന്നതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ തിളയ്ക്കുന്ന ശബ്ദം കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന മല്ലിയില എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് പൂശുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ അടപ്പ് മാറ്റി കഴിയുമ്പോൾ ഒരു മണം, മണം പോലെ തന്നെ നല്ല അന്യായ ടേസ്റ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ മിൽക്കി മിർഗി റെഡി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് ചോദിക്കുമോ, പൊളി ഐറ്റം. ചോറ്, ചപ്പാത്തി, പൊറോട്ട എന്നീ സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കോംബോ.